പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നിന്ന് അസ്വസ്ഥജനകങ്ങളായ വാർത്തകൾ വീണ്ടും വീണ്ടും വരുന്നു എന്നത് ഖേദകരമാണ്. അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫാത്തിമ തെഹ്ലിയയ്ക്കെതിരെ മതവർഗീയ പ്രചാരണം നടക്കുന്നു, CPM നടത്തുന്നു, LDF നടത്തുന്നുവെന്ന് വളരെ ശക്തമായ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനത്തിൽ നിന്നുള്ള അനൗൺസ്മെന്റുകൾ, അതായത് ഫാത്തിമ തെഹ്ലിയ അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മതം പറഞ്ഞ്, ജാതി പറഞ്ഞ്, വർഗീയത പറഞ്ഞ് വോട്ട് തേടുന്നുവെന്ന പ്രചാരണമാണ് LDFകാരെ അഴിച്ചുവിട്ടത്. അത്തരത്തിലുള്ള അനൗൺസ്മെന്റുകളുടെ CCTV ദൃശ്യങ്ങൾ, അതിൻ്റെ ശബ്ദ രേഖകൾ, അതിൻ്റെ പകർപ്പുകൾ, ഇതൊക്കെ UDF പുറത്തേക്ക് വിടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഗൗരവമായി എടുത്തെന്നും അവിടുത്തെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനെതിരെ നോട്ടീസ് അയച്ചെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ രാമകൃഷ്ണൻ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്ന വാർത്ത, മണ്ഡലത്തിലെ മറ്റു ചില സ്ഥലങ്ങളിലും കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള പ്രചാരണങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ്, അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ സമൂഹത്തില്, കേരള സമൂഹത്തില് അത് വിനാശത്തിന്റെ വിത്തുകൾ വിതയ്ക്കാൻ പര്യാപ്തമാണ് എന്ന കാര്യം ഈ പ്രചാരണം നടത്തുന്നവര് ഓർക്കേണ്ടതുമാണ്. പേരാമ്പ്ര എന്ന് പറഞ്ഞ TP രാമകൃഷ്ണന്റെ സിറ്റിംഗ് സീറ്റാണ്. രാമകൃഷ്ണൻ ഇവിടെ LDFിന്റെ കൺവീനറാണ്, CPMന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിനെതിരെയാണ് മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരിയായ, വേണമെങ്കിൽ ചുണക്കുട്ടിയായ സ്ഥാനാർത്ഥി എന്ന് പറയാം, ഫാത്തിമ തെഹ്ലിയ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ഫാത്തിമ തെഹ്ലിയ ഖൗമിലെ കുട്ടിയാണെന്നും ആ കുട്ടിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ വീട് വീടാന്തരം കയറി പ്രചാരണം നടത്തുന്നു എന്നായിരുന്നു LDF ഈ അനൗൺസ്മെന്റിലൂടെ ഉന്നയിച്ച പരാതി. ഖൗമിലെ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മതം, സ്വന്തം കൂട്ടര് അല്ലെങ്കിൽ സ്വന്തം സമുദായം എന്നൊക്കെ അർത്ഥത്തിലാണ്. അതായത് നമ്മുടെ കുട്ടി, പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിമായ ഫാത്തിമ തെഹ്ലിയെ മുസ്ലിങ്ങളായ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന വർഗീയ പ്രചരണം UDF നടത്തുന്നു എന്ന് TP രാമകൃഷ്ണന്റെ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് പ്രചാരണമുണ്ടായി. അതാണ് അവിടെ സംഭവിച്ചത്. ഇത് മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ്, മതവർഗീയയുടെ തന്ത്രമാണ്, നമ്മൾ അതിനെ എതിർത്ത് തോൽപ്പിക്കണം എന്നായിരുന്നു TP രാമകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്നുണ്ടായ ആഹ്വാനം. ഈ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ആരെങ്കിലും വെറുതെ പറയുന്നതല്ല. അത് നേരത്തെ ശബ്ദലേഖനം ചെയ്ത് അഥവാ റെക്കോർഡ് ചെയ്ത് പെൻഡ്രൈവ് ഉപയോഗിച്ച് അവരുടെ അനൗൺസ് വാഹനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. അത് വളരെ ബോധപൂർവമായിട്ട് തയ്യാറാക്കിയതാണ്. അല്ലാതെ അനൗൺസ്മെന്റ് നടത്തുന്ന ഏതെങ്കിലും ഒരാൾ പറയുന്നതല്ല. ആലോചിച്ചുറപ്പിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് ഉപയോഗിക്കുന്നതാണ്. അതാണ് അവിടെ കേട്ടത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതാണ് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ പരാതിയായി എത്തിയത്. ഇത് മണ്ഡലത്തിലെ ആവള പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് ഇതുപോലൊരു അനൗൺസ്മെന്റ് വാഹനത്തെ കുറിച്ചുള്ള വാർത്ത ഉണ്ടാവുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോൾ നൊച്ചാട് പഞ്ചായത്തിലെ ചാലിക്കരയിൽ ഇതുപോലെ മറ്റൊരു വാഹനം, പ്രചാരണ വാഹനം, അതിൽ നിന്ന് ഇതേ അനൗൺസ്മെന്റ് ഉണ്ടായി എന്ന പരാതി ഉണ്ടായിരിക്കുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ UDF പ്രവർത്തകർ ഇന്ന് രാവിലെ പുറത്തുവിടുകയുണ്ടായി. CPMന്റെ അല്ലെങ്കിൽ TP രാമകൃഷ്ണന്റെ ഉറച്ച സീറ്റാണ് പേരാമ്പ്ര എന്ന് പറഞ്ഞു. അവിടേക്കാണ് മുസ്ലിം ലീഗ് അവരുടെ പതിവുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ചെറുപ്പക്കാരിയായ ചുണക്കുട്ടിയായ ഫാത്തിമ തെഹ്ലിയെ രംഗത്ത് അവതരിപ്പിച്ചത്. ആദ്യം CPM അല്ലെങ്കിൽ LDF ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. അതുമാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ ചില യാഥാസ്ഥിതികർക്ക് ഇതുപോലെ പെൺകുട്ടിയെ മത്സരിപ്പിക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. ഇതൊക്കെ പ്രയോജനം ചെയ്യും, ഈ കുട്ടി രാമകൃഷ്ണന് പറ്റിയൊരു എതിരാളിയല്ല എന്നൊരു തോന്നലായിരുന്നു LDFിനുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ മണ്ഡലത്തിലേക്കുള്ള ലാൻഡിങ് തന്നെ അപാരമായിരുന്നു എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് വടകരയിൽ മത്സരിക്കാനെത്തിയ ഷാഫി പറമ്പിലിന്റെ ലാൻഡിങ്ങിന്റെ അതേ സ്വഭാവം, അതേ ആവേശം, അത്തരത്തിൽ ഉജ്ജ്വലമായ രീതിയിലാണ് അവര് പടക്കളത്തിലേക്ക് കാഴ്ചവെട്ടിയത്. ദിവസങ്ങൾക്കകം സ്ഥിതി മാറി. ഫാത്തിമ തെഹ്ലിയയുടെ സംസാരം, അവരുടെ പ്രവർത്തനം, അവർ ഇടപഴകുന്ന രീതി, അവര് പെട്ടെന്ന് ദിവസങ്ങൾക്കകം തന്നെ പേരാമ്പ്ര മണ്ഡലത്തിന്റെ കണ്ണിലുണ്ണിയായി മാറുകയാണ് ചെയ്തത്. അവിടുത്തെ ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും ജെൻസിയുടെയും ഒക്കെ കണ്ണിലുണ്ണിയായിട്ട് ദിവസങ്ങൾക്കകം മാറാൻ ഫാത്തിമ തെഹ്ലിയയ്ക്ക് സാധിച്ചു. നന്നായിട്ട് സംസാരിക്കുന്നു, നന്നായിട്ട് പെരുമാറുന്നു, നല്ല പ്രസരിപ്പുണ്ട്, പുതിയ ചിന്തകളാണ് അവർ വോട്ടർമാരിലേക്ക് പകരുന്നത്. അങ്ങനെ പെട്ടെന്ന് വലിയ തോതിലൊരു തരംഗമായി മാറുന്നതിന് ഫാത്തിമ തെഹ്ലിയയ്ക്ക് സാധിച്ചു. ഇത് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തെ വല്ലാതെ അന്ധാളിപ്പിച്ചു.
അവർ വിറളി പിടിച്ചുപോയി. അവർ ഉറപ്പിച്ച ഒരു സീറ്റാണ്. അവിടേക്കാണ് ഇതുപോലെ അതിശക്തിയായ ഒരു സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അവരെ പരാജയ ഭീതി മൂടി. അവർക്ക് വലിയ തോതിൽ പരാജയ ഭീതി ഉണ്ടായി. അതിനെ തുടർന്നാണ് മതപരവും വർഗീയവുമായ ഒരു പ്രചാരണത്തിന് അവർ ഇറങ്ങി തിരിച്ചതെന്നാണ് UDF പറയുന്നത്. ഇതേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് തുല്യമായ ഒരു കാര്യമാണ്. അന്ന് CPM-കാർ പ്രചരിപ്പിച്ചത് LDF-ന്റെ സ്ഥാനാർത്ഥിയായ KK ഷൈലജ ടീച്ചർ കാഫിറാണെന്ന്, അതായത് അമുസ്ലിമാണെന്ന് UDF-ഉം ലീഗുകാരും ഇറക്കിയ പോസ്റ്ററുകളിൽ ആരോപിക്കുന്നു. അല്ലെങ്കിൽ ഷൈലജ ടീച്ചറെ ഒരു കാഫിർ എന്ന മുദ്രയടിച്ചുകൊണ്ട് അവര് പ്രചാരണം നടത്തുന്നു എന്നുള്ളതായിരുന്നു. അത് സത്യം പറഞ്ഞാൽ LDF-കാർ തന്നെ ഇറക്കിയ സ്ക്രീൻഷോട്ടുകളായിരുന്നു, അല്ലെങ്കിൽ പോസ്റ്ററുകളായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തേക്ക് വന്നത്. അത് വലിയ വിവാദമായി, കേസായി, പോലീസ് അന്വേഷിച്ചു. പക്ഷെ പോലീസ് അവസാനം ഈ പോസ്റ്ററുകൾ പോസ്റ്റ് ചെയ്ത ആളുകളെ കണ്ടെത്താനാവാതെ ആ കേസ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ ഫലമെന്തായിരുന്നു? ഇത്തരത്തിലൊരു വർഗീയ പ്രചാരണം കൊണ്ട് നേട്ടമുണ്ടാക്കാമെന്ന് LDF കരുതി. പക്ഷേ ഷാബി പറമ്പില് 1,14,506 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. ആ പാഠമൊന്നും CPM പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പേരാമ്പ്ര അസംബ്ലി നിയോജക മണ്ഡലം വടകര പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ്. അവരെ പഴയ കാർഡുകൾ വീണ്ടും ഇറക്കുകയാണ്, വർഗീയ കാർഡുകൾ, മതാടിസ്ഥാനത്തിലുള്ള പ്രചാരണ തന്ത്രം. അവര് LDF വീണ്ടും പേരാമ്പ്രയിൽ അത് പരീക്ഷിക്കുകയാണ്, അവരുടെ LDF കൺവീനറെ ജയിപ്പിക്കാൻ വേണ്ടി. വടകര അവർക്ക് നൽകിയ പാഠം മറന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ അതേ മാതൃകയിലാണ് ഫാത്തിമ തഹ്ലിയയ്ക്കെതിരായിട്ടുള്ള ഈ പ്രചരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉന്നം അല്ലെങ്കിൽ ഈ പ്രചാരണം നടത്തുന്നവർ ആഗ്രഹിക്കുന്നത് മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ ഒരു വിഭജനം ഉണ്ടാക്കുക, ഭൂരിപക്ഷ വോട്ടുകൾ എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റുക. അതായത് ലീഗിന്റെ അല്ലെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥി മതം പറഞ്ഞാണ്, അവരൊരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു മുസ്ലിമിന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത് എന്ന കാര്യം നാട്ടുകാർക്കിടയിലേക്ക് എത്തിച്ചാൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിലൊരു പക്ഷേ പ്രകോപിതരായേക്കാം, അവരുടെ വോട്ടുകൾ അതുവഴി ലഭിച്ചേക്കാം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രചാരണമാണ് ഈ കൗമിലെ പെൺകുട്ടി എന്നതിലൂടെ, കൗമിലെ കുട്ടി എന്നതിലൂടെ CPM ഉദ്ദേശിച്ചത്. അതിപ്പോ തിരിഞ്ഞു കൊത്തുകയാണ്. ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇത് വാസ്തവത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രചാരണമാണ്. ജനങ്ങളെ വിഭജിക്കാനുള്ള തന്ത്രമാണ് അതിലൂടെ LDF പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് BJP ആണ് ചെയ്തതെങ്കിൽ നമ്മളൊരു പക്ഷേ ഇത്ര പ്രാധാന്യം അതിന് നൽകുമായിരുന്നില്ല. ഇടതുപക്ഷ മുന്നണി, ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടി, അതിൻ്റെ പ്രവർത്തകര്, അവരാണ് ഇത് ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ അവരെപ്പോഴും പറയും വർഗീയതയ്ക്കെതിരായിട്ട് പോരാടുന്നത് അവരാണെന്ന്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ CPM ആണെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ആ CPM തന്നെയാണ്, അല്ലെങ്കിൽ ആ ഇടതുപക്ഷ മുന്നണി തന്നെയാണ് ഇവിടെ ഒരു സാധാരണ പെൺകുട്ടിയെ പരാജയപ്പെടുത്തുന്നതിന്, മത്സരരംഗത്തെ തുടക്കക്കാരിയായ ഫാത്തിമ തഹ്ലിയയെ തോൽപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള നീചമായ പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. എത്ര കഷ്ടമാണിത്! LDF-നെ കുറിച്ച് അല്ലെങ്കിൽ CPM-നെ കുറിച്ച് ഇങ്ങനെയാണോ ആരെങ്കിലും കരുതിയത്? ഇത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടായപ്പോഴും ഇതേ സംശയം ഉണ്ടായതാണ്. ഇപ്പോൾ വീണ്ടും അതേ നിയോജക മണ്ഡലത്തിൽപ്പെട്ട, അതേ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട പേരാമ്പ്രയിൽ നിന്ന് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം കാണുമ്പോൾ CPM ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവരെന്തും ചെയ്യുമല്ലോ. അതാണല്ലോ അപ്പം അവരുടെ രീതി. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ, ഇടതുപക്ഷ പാർട്ടിയാണോ? ആ സംശയമാണ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ഈ പ്രചാരണം വഴി ഫാത്തിമ തഹ്ലിയെ തോൽപ്പിക്കാമെന്നോ അല്ലെങ്കിൽ TP രാമകൃഷ്ണന്റെ തോൽവി ഒഴിവാക്കാമെന്നോ ഒക്കെ CPM കരുതുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മുമ്പിൽ വടകരയുടെ മാതൃകയുണ്ട്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ CPM-ന് അല്ലെങ്കിൽ LDF-ന് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക എന്ന് സംശയം വേണ്ട. പരാജയ ഭീതിയാണ് ഇത്തരത്തിലുള്ള പ്രചാരണത്തിന് കാരണമാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് കേരളം മുഴുവൻ CPM അല്ലെങ്കിൽ LDF ഇത്തരത്തിലുള്ള ഒരു തോൽവി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല അടവുകൾ, പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടും കേരളത്തിൽ UDF-ന് അനുകൂലമായിട്ടൊരു തരംഗം തന്നെ വളർന്നു വരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അഭിപ്രായ സർവേകളിലൊന്നും കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. ജനങ്ങളുടെ മനസ്സ് വേറെയാണ്. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ഇനി പിണറായി 3ാമതൊരു വട്ടം മുഖ്യമന്ത്രിയാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ
UDF-ൽ മാത്രമല്ല LDF-ലും ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് CPM ഒരു വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത. അതവരെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാജയ ഭീതിയുടെ തുടർച്ചയെന്നോണം തന്നെ പേരാമ്പ്രയിൽ ഉണ്ടായതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള പുതിയ അടവുകളും തന്ത്രങ്ങളും കേരളത്തിൽ മൊത്തത്തിൽ അവര് പയറ്റാൻ സാധ്യതയുണ്ട് എന്നത് ഉറപ്പാണ്.